തൂക്കുമരത്തിൽ നിന്ന് ഏതാനും സെക്കൻഡ് മുമ്പ് വധശിക്ഷയിൽ നിന്ന് മോചനം നടത്തി. ഇത് സൗദി അറേബ്യയിലെ തബുക്കിലാണ്. ഒരു പയ്യനെ കൊന്നതിന് അബ്ദുൽ അസീസ് അൽ അദവി എന്ന സൗദി യുവാവിനെ കൊലക്കുറ്റത്തിന് വധശിക്ഷ വിധിച്ചു. എന്തായാലും തബുക്കിൽ വെച്ച് ആ തൂക്കിക്കൊല നടപ്പാക്കാൻ തീരുമാനിച്ചു. മകൻ്റെ പിതാവ് അതുവരെ ക്ഷമിച്ചില്ല ഈ കാര്യത്തിന്. അയാളെ തൂക്കിക്കൊല്ലട്ടെ എന്ന് തന്നെയായിരുന്നു ആ പിതാവ് കരുതിയത്. തൻ്റെ ഏക മകൻ നഷ്ടപ്പെട്ടതാണ്. എങ്കിലും തൻ്റെ മകനെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കിയ ആ സൗദി ബാലനെ അവസാനം തൂക്കുകയർ കഴുത്തിൽ വീഴുന്നതിന് അല്പം മുമ്പ് ആ പിതാവ് ക്ഷമിച്ചു. കാരണം തൻ്റെ മകൻ്റെ ഘാതകൻ്റെ കഥ കേട്ടിട്ട് ആ പിതാവ് വിങ്ങിപ്പൊട്ടി. അവരുടെ ഉമ്മയുടെ ഏക ആശ്രയമാണ് ഈ മകൻ. ഈ മകനെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് ആരുമില്ല. ആ വിഷമസ്ഥിതി മനസ്സിലാക്കിയ ഈ ഇബ്രാഹിം സലാമ അൽ ഹുസൈൻ എന്ന ആ പിതാവിന് ആ സ്ത്രീയുടെ ഇനിയുള്ള ജീവിതം വലിയ കഷ്ടത്തിലാകുമല്ലോ, ഏക ആശ്രയമല്ലേ തൻ്റെ മകനെ കൊന്നവനാണെങ്കിലും അവനെ തൂക്കുമരത്തിലേക്ക് നയിക്കുന്നത്. ഏതായാലും അവസാന നിമിഷത്തിൽ ആ ഉമ്മയുടെ അവരുടെ ദേഹറിയിക്കുന്ന ആ കഥ കേട്ടപ്പോൾ തൻ്റെ മകൻ നഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് മകൻ നഷ്ടപ്പെടുകയാണല്ലോ. അവർ ഏറ്റവും ആശ്രയിക്കുന്ന അവരുടെ ഏക മകൻ. അത് മനസ്സിലാക്കിയപ്പം ആ പിതാവ് വധശിക്ഷ നടപ്പാക്കുന്നതിന് പകരം കാരുണ്യം ഉണ്ടാകണം, അവൻ്റെ വധശിക്ഷ നടപ്പാക്കേണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നറിയിച്ചു. ഏതായാലും ആ പയ്യൻ ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്തകളാണ് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്. തബുക്ക് എന്ന അവിടുത്തെ ഒരു പട്ടണത്തിലായിരുന്നു ഈ വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നത്. ഏതായാലും തബുക്ക് ചെന്നിട്ട് താനെ ആ തൂക്കുകയറി നിൽക്കുന്ന ആ പയ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും അവൻ്റെ കുടുംബചരിത്രങ്ങൾ മനസ്സിലാക്കുകയും ആ പിതാവ് തൻ്റെ മകനോ നഷ്ടപ്പെട്ടു, ഏതായാലും അതേ ഗതി ആ അമ്മയ്ക്കും ഉണ്ടാകുന്നല്ലോ എന്നോർത്ത് അവസാന നിമിഷം ക്ഷമിച്ചതുകൊണ്ട് ആ സൗദി ബാലന് തൂക്കുകയറിന് മോചനം ലഭിച്ച വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.